എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് എടുക്കാം. അത് 1 മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കണം. വെള്ളമൊഴിച്ചതൊന്ന് കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 200 ഗ്രാം ചേന, 200 ഗ്രാം കുമ്പളങ്ങ. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കുതിർത്തെടുത്തു. ഇനി നമുക്കിതൊരു ചെറിയ മൺകലത്തിലേക്ക് വേകാൻ വെക്കാം. കടലപ്പരിപ്പും ചേനയും കുമ്പളങ്ങയും അതിലേക്ക് ഇടാം. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 2 ശർക്കര. പാലക്കാട് കൂട്ടുകറിക്ക് ഇതുപോലെ ശർക്കര ചേർക്കും. ഒരു ചെറിയ മധുരമുള്ള കൂട്ടുകറിയാണ് പാലക്കാട് കൂട്ടുകറി. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായി 1/2 കപ്പ് നാളികേരം എടുത്തു, 1 ടീസ്പൂൺ ജീരകം എടുത്തു. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തു. ഈ ചതച്ചെടുത്തത് നമുക്ക് നമ്മുടെ വേവുന്ന കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇടാം. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. തേങ്ങയുടെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്തു. ഉഴുന്നൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് 1/2 കപ്പ് നാളികേരം ഇതിലേക്ക് ഇടാം. ഈ നാളികേരവും നമുക്കൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇപ്പോൾ നാളികേരം ബ്രൗൺ കളറായി വന്നു. ഇത് നമുക്ക് നമ്മുടെ വേവിച്ച കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തു. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയായതും ഹെൽത്തി ആയതുമായ ഒരു വിഭവമാണ്. ഓണസദ്യയിൽ പ്രധാനം തന്നെയാണ് കൂട്ടുകറി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.